മലയാളത്തിൽ ഇപ്പം അധികം കാണാത്ത ഒരു ടൈപ്പ് ജോണറാണ് ഈ മാസ് മസാല മൂവീസ്. അതായത് ഒരു പക്ക ലോക്കലിൽ നല്ല ആക്ഷൻ സീക്വൻസും കുറേ പാട്ടും ലാസ്റ്റിൽ കുറച്ച് ഫീൽ ഗുഡ് മൊമെന്റ്സും അങ്ങനെയൊക്കെ തരുന്ന ഒരു നല്ല സിനിമ വന്നിട്ട് കുറച്ചധികമായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെയാണ് ഈ ബാൾട്ടി എന്ന് പറയുന്ന ഈ സിനിമ ഇവിടെ വരുന്നത്. ഷെയ്ൻ നിഗത്തിന്റെ 25th മൂവിയാണ്. സോ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബാൾട്ടി. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫാണ് എനിക്ക് സെക്കൻഡ് ഹാഫിനെക്കാട്ടിലും കുറേ കൂടെ വർക്കായതും കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടും അടിപൊളിയായിട്ടും തോന്നിയത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും വരുന്നത്. ഈ ഇന്റർവെല്ലിൽ ഫൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അൽഫോൻസ് പുത്രൻ്റെ അടുത്ത് ഈ ഷെയ്ൻ നിഗത്തിന്റെ ഒരു സീനുണ്ട്, ഇങ്ങനെ താക്കോൽ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊരു കിടിലൻ സീനാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഫൈറ്റും അടിപൊളിയായിരുന്നു. പക്ഷെ അവിടെ വന്ന് നിന്ന് ഇങ്ങനെ കാണിക്കുന്ന ഒരു ആക്ഷനും സ്വാഗും എന്ന് പറഞ്ഞ തിയേറ്ററിൽ കയ്യടി വീണായിരുന്നു. ഞാനും അറിയാതെ എന്നെ കൈയടിച്ചു പോയൊരു സീക്വൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫിന് അത്രയും വർക്കൗട്ട് ആവാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ ഈ സ്പോർട്സ് മൊത്തം വിട്ട് കൂടുതലും ഈ ഗ്യാങ്സ്റ്റർ മോഡ്, അതിന്റെ ഫൈറ്റും അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് പോയത്. അപ്പം മൊത്തത്തിൽ ഷെയ്ൻ നിഗത്തിന്റെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പം പുള്ളിയുടെ ഈ മാസ് അവതാർ അല്ലെങ്കിൽ ഫൈറ്റ്, റിവെഞ്ച്, ആ ഒരു ക്യാരക്ടറൊക്കെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി എന്റർടൈനർ തന്നെയായിരുന്നു ബാൾട്ടി.